ഹായ്. ഇപ്പോൾ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്, നിർത്തിപ്പോയ ബ്രാൻഡ്, ഫോർ എക്സാമ്പിൾ ഫോർഡ്, അതുപോലെ ഷെവർലെ, ഇങ്ങനെയുള്ള ഏതെങ്കിലും ബ്രാൻഡിൻ്റെ യൂസ്ഡ് കാർ വാങ്ങുന്നതുകൊണ്ട് എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന്. നിർത്തിപ്പോയ ബ്രാൻഡിൻ്റെ യൂസ്ഡ് കാർ വാങ്ങുന്നത് കൊണ്ട് പ്രത്യേകിച്ച് അതിനകത്ത് ഇഷ്യൂസ് ഉണ്ടോ എന്നുള്ളതൊന്നുമല്ല. മാർക്കറ്റിലില്ലാത്ത വാഹനങ്ങൾ വാങ്ങാതിരിക്കുന്നതാണ് ഏറ്റവും ഉചിതമായ ഒരു കാര്യം എന്ന് പറയുന്നത്. സെക്കൻഡ് തിങ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ഷെവർലെ പോലെ ബ്രാൻഡൊക്കെ ആണെന്നുണ്ടെങ്കിൽ പാർട്സ് തീരെ കിട്ടാനില്ല, സർവീസ് അവൈലബിലിറ്റി ഇല്ല, ഇപ്പം അങ്ങനെയുള്ള ഇഷ്യൂസ് ഉണ്ട്. ബട്ട് ഫോർഡ് ആ കാര്യത്തിൽ അവർ മുന്നിലാണ്. ഇപ്പോഴും ഫോർഡിന് നല്ല സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പാർട്സിൻ്റെ അവൈലബിലിറ്റി ഇഷ്യൂസ് കാര്യങ്ങളൊന്നുമില്ല, എല്ലാം പ്രോപ്പറായിട്ട് തന്നെ റൺ ചെയ്യുന്നുണ്ട്. ഫോർഡ് തിരിച്ച് ഗെറ്റ് ബാക്ക് ചെയ്യുന്നു എന്നുണ്ടെങ്കിൽ പോലും അതിനകത്തൊരു ഒഫീഷ്യലായിട്ടൊരു കൺഫർമേഷൻ മെയിലേ ഉണ്ടാകത്തുള്ളൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം അതുപോലെ യൂസ്ഡ് കാർ വാങ്ങുന്നതുകൊണ്ട്, നിർത്തിപ്പോയ ബ്രാൻഡിൻ്റെ യൂസ്ഡ് കാർ വാങ്ങുന്നതുകൊണ്ട് അതിനകത്ത് ഇഷ്യൂസ് ഒന്നുമില്ല. പിന്നെ ഇതൊക്കെ വാങ്ങുക എന്നുള്ളതേ ഉള്ളൂ. കാര്യം നാളെ എന്ത് സംഭവിക്കും എന്നുള്ളതൊന്നും നമുക്കും പറയാൻ പറ്റില്ല. കാര്യം നമ്മൾ എക്സ്പെക്ട് ചെയ്യാത്ത ബ്രാൻഡൊക്കെയാണ് നിന്നുപോയത്.